നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വരികയായിരുന്നു വയോധിക. ആറിന്റെ കരയിലുള്ള നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ഇവരെ പിന്തുടർന്നെത്തിയ അക്രമി പ്രദേശത്തൊന്നും ആൾക്കാരില്ലെന്ന് ഉറപ്പുവരുത്തി ഉടൻ തന്നെ തിരികെയെത്തി ബലമായി വയോധികയെ വലിച്ചിഴച്ച് സമീപത്തെ വിജനമായ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അവശയായ വയോധിക വീട്ടിലെത്തിയ ശേഷം നെടുമൺകാവിൽ ജോലി ചെയ്യുന്ന മകളെ വിവരം അറിയിച്ചു. മകളെത്തിയാണ് കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകിയത്. ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലം കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് വൈകിട്ടോടെ മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ പിടികൂടുകയായിരുന്നു. കണ്ണനല്ലൂർ SHO ആൻഡ്രിക് ഗ്രോമിക്, SIമാരായ VNGB സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ അനിൽ, ASI ജ്യോതിഷ് കുമാർ, CPOമാരായ മുഹമ്മദ് ഹുസൈൻ, പ്രജീഷ്, മനാഫ്, വിഷ്ണു, വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചലിൽ യുവസംഗമം നടത്തി. AIYFന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് AIYF അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ യുവസംഗമം നടത്തിയത്. AIYF ജില്ലാ സെക്രട്ടറി TS നിതീഷ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക, ആ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1947 ആഗസ്റ്റ് 15 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 79 വർഷങ്ങൾക്ക് ഇപ്പുറം രാജ്യത്തെ BJPയും RSSും ഭരണത്തിന്റെ സാന്നിധ്യത്തിൽ അമർന്നിരിക്കുന്ന ദിനങ്ങളിൽ 1947 മുമ്പുള്ള അസ്വാതന്ത്ര്യത്തിന്റെ നാളുകളിലേക്ക്, ആ കറുത്ത ദിനങ്ങളിലേക്ക് നമ്മളെ തിരികെ കൈപിടിച്ചു നടത്തുന്നു എന്ന വലിയ ആശങ്കയോടെയാണ്. അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ആദർ സതീശൻ അധ്യക്ഷത വഹിച്ചു. MB നസീർ സ്വാഗതം പറഞ്ഞു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ലെനു ജമാൽ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C ഹരി, വൈശാഖ് സീദാസ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം അജീവാസ്, C തുഷാര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓച്ചിറയിൽ ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു. 9ാം വാർഡിലാണ് അംഗനവാടി ഉദ്ഘാടനം ചെയ്തത്. 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗനവാടി ഹൈടെക് ആക്കി ഉയർത്തിയത്.
ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റമ്പള്ളി 9-ാം വാർഡിലെ 69-ാം നമ്പർ ഹൈടെക് അംഗനവാടിയാണ് ഉദ്ഘാടനം ചെയ്തത്. 25 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. KC വേണുഗോപാൽ MP ഹൈടെക് അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും ആവശ്യം കുട്ടികൾക്ക് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അംഗനവാടികൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ, ഇവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നല്ല കെട്ടിടത്തിൽ അവർക്ക് അംഗനവാടി പരിശീലനം നടത്തി പിന്നീട് സ്കൂളുകളിലേക്ക് പോകാനും ഒക്കെയുള്ള അവസരം കിട്ടും. നമ്മുടെ അമ്മമാർക്കും ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യാവുന്ന ഒരു ഘട്ടമായിട്ട് ഇത് മാറ്റപ്പെടുമെന്ന് സംശയമില്ല. ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം TR മഹേഷ് MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. കൊറ്റമ്പള്ളി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഐക്യത്തിനോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായുള്ള സഹായവും സഹകരണവും അവരുടെ എല്ലാവിധ പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ. ബഹുമാനിയായ MP എല്ലാവരും നമ്മളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനെ ഒരു പുതിയ മുഖച്ഛായ നൽകിക്കൊണ്ട് മാറ്റുവാനുള്ള ഉദ്യമത്തിലാണ്. അത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഐക്യത്തോടെയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വർ മോഹൻ, ലത്തീഫ ബീവി, RD പത്മകുമാർ, ശ്രീലത പ്രകാശ്, A അജ്മൽ, ഗീതാ രാജു, ഇന്ദുലേഖ, മിനി പൊന്നൻ, മാളു സതീഷ്, ഗീതാകുമാരി, ദിലീപ് ശങ്കർ, അഭിലാഷ് കുമാർ, അനിജ, സന്തോഷാനേത്ത്, സുജേത, സരസ്വതി, R ശ്രീരാജ്, K ജയകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം എന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച പ്രവർത്തകർ പ്രസിഡന്റിന്റെ മുറിയിൽ കയറി പ്രതിഷേധിച്ചു. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. CPM ശൂർനാട് വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ലൈവ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം വീട് നൽകുക, തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക, കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ശൂർനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച പ്രവർത്തകർ പ്രസിഡന്റിന്റെ മുറിയിലെത്തി പ്രതിഷേധിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് നടന്ന ധർണ CPM ശൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി B ശശി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ പോലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പദ്ധതികൾ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അപ്പോഴപ്പോൾ കിട്ടുന്നവരെ വെച്ചിട്ട് പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു. LDF പാർലമെന്ററി പാർട്ടി ലീഡർ K പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ശൂർനാട് കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളായ സന്തോഷ്, ബ്ലസൻ പാപ്പച്ചൻ, അമ്പിളി ഓമനക്കുട്ടൻ, DYFE സെക്രട്ടറി റമീസ്, CPM ശൂർനാട് ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. DYFE കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി. ഇതിന്റെ ഭാഗമായി ചിറ്റുമൂലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയകാവ് ജംഗ്ഷനിൽ സമാപിച്ചു. 79ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായാണ് DYFEയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചത്.
ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സമരസംഗമം നടത്തിയത്. ഇതോടനുബന്ധിച്ച് ചിറ്റുമൂലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയകാവ് ജംഗ്ഷനിൽ സമാപിച്ചു. സമരസംഗമം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഇരിക്കുന്നതായിരിക്കും സുഖം. സുഖം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏകദേശം ഒരു സാധനമല്ല, സുഖം പലതരത്തിലാണ്. സ്വാതന്ത്ര്യത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ദശാബ്ദങ്ങളോളം നടന്ന സമരമാണ്. ആ ദശാബ്ദങ്ങളോളം നടന്ന സമരത്തിൽ നാം ഇന്ത്യ നേടിയത് ചെറിയ കാര്യമൊന്നുമല്ല. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിൽ ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1927 ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം കൊണ്ടുവന്നതും നെഹ്റുവാണ്. അന്ന് നെഹ്റുവിനോട് മഹാത്മാഗാന്ധി കയർക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല നെഹ്റു, അതുകൊണ്ട് ആ പ്രമേയം പാസ്സാക്കില്ല. പക്ഷേ മൗലാന അബ്ദുൽ കലാം ആസാദും നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് ആ പ്രമേയം ഉണ്ടാക്കുന്നതും പ്രമേയം അവതരിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ബി കെ ഹാഷിം അധ്യക്ഷത വഹിച്ചു. അബാദ് ഭാഷ CPM ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B കൃഷ്ണകുമാർ, നിതീഷ്, S സന്ദീപ് ലാൽ, MS അരുൺ, സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആട്ടവിളക്കിന് പിന്നിൽ ഇനി നവരസങ്ങളുടെ നിറഞ്ഞു തുളുമ്പൽ. അരങ്ങിൽ 5 ഘടകങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്നു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിന് ഇനി ആട്ടവിശേഷങ്ങളുടെ നിശാവേളകൾ. മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ കഥകളി ഫെസ്റ്റിന് ആട്ടവിളക്ക് തെളിഞ്ഞു. നിശയുടെ ആദ്യയാമത്തിൽ തന്നെ ആട്ടവിളക്ക് തെളിഞ്ഞു. ഇനി മണ്ണൂർക്കാവിന് നൃത്ത ഗീത വാദ്യങ്ങളുടെ സമഞ്ജസ സമ്മേളനം. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. ഈ മാസം 24 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റിന് തുടക്കം കുറിച്ച് ആദ്യ ദിനത്തിൽ ബാണയുദ്ധം കഥകളി അരങ്ങേറി. കലാമണ്ഡലം ശ്രീകുമാർ, കലാമണ്ഡലം സജീവൻ, കലാമണ്ഡലം വിശാഖ്, കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ, കലാനിലയം അഖിൽ, കലാമണ്ഡലം അമൽ, കലാമണ്ഡലം ശരത്ത്, പീശപ്പള്ളി രാജീവൻ, കലാനിലയം മനോജ്, കലാമണ്ഡലം ശ്രീഹരി, കലാനിലയം രാകേഷ്, കലാമണ്ഡലം യശ്വന്ത, ദേവനന്ദ മണ്ണൂർക്കാവ് എന്നിവർ അരങ്ങിലെത്തി. കഥകളി ഫെസ്റ്റിന്റെ കേളികൊട്ടായി ആദ്യ ദിനം സെമിനാർ നടത്തും. രാമനാട്ടം മുതൽ കഥകളി വരെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. ഒരു നടന്റെ മുഴുവൻ പ്രതിഭയെയും അരങ്ങിലേക്ക് കൊടുക്കാൻ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു കലാരൂപമാണ്. ഉന്നതനായ നടനാണെങ്കിൽ ആ നടന്റെ ഭാവം കൃത്യമായി ഓരോ കഥാപാത്രങ്ങളുടെ അരങ്ങിലേക്കാണ്. ഗോപിയാസനൊക്കെ ആട്ടാൻ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ്. ഗോപിയാസൻ ഇന്ന് ചെയ്യുന്ന ഒരു വേഷങ്ങളാണ് നമ്മൾ നാളെ എന്തുകൊണ്ടാണ് പോകുന്നത്? നാളെ മറ്റൊരു ഗോപിയാസനാണ് നാളെ അരങ്ങിലേക്ക്. മറ്റൊരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം മറ്റൊരു രൂപത്തിലേക്ക് അരങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ പരകായ പ്രവേശം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ക്ഷേത്രഭരണസമിതി അംഗം വി രാജീവ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ടി സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഉണ്ണി പ്രാർത്ഥന നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ സമാനതകളില്ലാത്ത വികസനമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. നവീകരിച്ച ഓടനാവട്ടം നെടുമൺകാവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചത്. വെളിയം സർക്കാർ ITIക്ക് പുതിയ കെട്ടിടം പണിയാൻ ഫിഷറീസ് വകുപ്പ് സ്ഥലം അനുവദിച്ചു. വെളിയം ആശുപത്രിയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വെളിയം ഭാർഗവന്റെ സ്മാരക നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. പ്രദേശത്തെ പുതിയ വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 3 കോടി രൂപയും നൽകി. ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായി പുതിയ റോഡുകൾ വരും. മുട്ടറ, കരീപ്ര എന്നിവിടങ്ങളിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഓടനാവട്ടം നെടുമൺകാവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അതീതമായി ആ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കൂടി കഴിയണം. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെയും നമ്മൾ കാണേണ്ട സ്വപ്നം അത് ചേർത്താണ്. അതുകൂടി ചെയ്യാൻ കഴിയണം. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നാക്കി ചെയ്യുന്നതിന് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വളരെ മുൻകൂട്ടി തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R പ്രശാന്ത, വൈസ് പ്രസിഡന്റ് ജയ രഘുനാഥ്, കരീപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ഉദയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MB പ്രകാശ്, ഗീതാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ സജിത്ത്, വത്സമ തോമസ്, കരീപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാഭാഗി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പുനലൂർ ബസ് സ്റ്റാൻഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ K ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരു 90കളിലെ 2000-ത്തിലൊക്കെ ഈ സ്റ്റാൻഡിൽ സ്ഥിരം വന്നു പോകുന്ന ഒരു യാത്രക്കാരനായിരുന്നു ഞാൻ. അന്ന് കാണുന്ന ഒരു മുഖവും ഇപ്പോഴില്ല. ഇപ്പം പിന്നെ സ്റ്റാൻഡിൽ കയറാറുമില്ല. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ വാഹനങ്ങളിൽ പണിയെടുക്കുന്നവരായതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മോഡൽ, അല്ലേ? എല്ലാവരും ഒരു 2000 മോഡലായിരിക്കും. നമ്മുടെ ഗിരീഷും ഒക്കെ ഒരു 25 വർഷത്തെ സർവീസ് അല്ലെങ്കിൽ 30 വർഷത്തെ സർവീസ് ഉള്ളവരാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 2000-ത്തിന് ശേഷം ജനിച്ചവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അത് ട്രാൻസ്പോർട്ടിന്റെ മാത്രമല്ല. പറഞ്ഞതിന് എന്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അതൊരു പക്ഷേ നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തകർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർമാരായ ആതിര, രാജൻ ജോർജ്, ബിനു എബ്രഹാം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജീവിതശൈലി രോഗനിർണയ പരിശോധനയും ഇതിന്റെ ഭാഗമായി നടത്തി. സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജീവനക്കാരായ സുഭാഷ്, ഹരി, ഷാജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിജയ ജൂബിലി ഹോസ്പിറ്റലിന്റെയും സേവനം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തി യാത്രക്കാർക്കും ഈ ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്ത് തികച്ച സൗജന്യമായി ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സൗത്ത് വിഷൻ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ കൊല്ലം നീലമേലിൽ നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറുകിട മേഖലയിലെ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിലമേലാണ്. സൗത്ത് വിഷന്റെ ബോധവൽക്കരണ ക്യാമ്പയിനാണ് കൊല്ലം നിലമേലിൽ നടത്തിയത്. കൊല്ലം ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ സൗത്ത് വിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നിലമേലിലും ക്യാമ്പയിൻ നടത്തിയത്. ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിച്ച് ഓൺലൈൻ പർച്ചേസുകളും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന രീതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ചെറുകിട വ്യാപാര മേഖലകളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ വ്യാപാരമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നീട് നമുക്ക് നമ്മുടെ വ്യാപാരികളുടെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള വാടക നിയന്ത്രണ ബില്ലുകൾ അത് വ്യാപാരികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമുക്ക് പലിശരഹിതമായ വായ്പ, ഈ ലക്ഷക്കണക്കിന് തൊഴിൽ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത നിരവധിയായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ആ ഒരു വ്യാപാരി, ആ ഒരു വ്യാപാര സ്ഥാപനത്തിൽ മിനിമം 4, 5 അല്ലെങ്കിൽ 1, 2 ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടാണ് ചെറുകിട വ്യാപാരി മേഖലയിൽ ഇതുവരെ വെക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അവരുടെ വ്യാപാര മേഖലയിൽ ടാക്സിക്കാരായിക്കോട്ടെ, ഹെഡ്ലോഡ് തൊഴിലാളികളായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, എല്ലാ മേഖലയിലും സാധാരണക്കാർ ഈ മേഖലയിലും ഒന്ന് സാധനങ്ങൾ വാങ്ങുന്ന ചെറുകിട വ്യാപാര മേഖലയിൽപ്പെട്ട കടകളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈൻ വ്യാപാരവും ഗവൺമെന്റിന്റെ ഈ രംഗത്തുള്ള നടപടികൾ, ഈ ഇവരെ സംരക്ഷിക്കാൻ, ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഈ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ ഇറക്കുമതി അല്ലെങ്കിൽ ഈ ഇതിന് ലൈസൻസ് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിൽ സത്വരമായ നടപടി സ്വീകരിക്കുന്നത്. നിലമേലിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി S നസീർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി Y രാജൻ എന്നിവർ പങ്കെടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന ടാക്സുകളെല്ലാം മാറ്റിയിട്ട് GST വന്നത് വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിയാണ്. ഇത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുതരം ഗുണമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിനകത്ത് ഒരു തരത്തിലുള്ളൊരു അവയർനെസ് കൊടുക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ ഇതിലേക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്
അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൻ്റെ ബിസിനസ് എപ്പോഴും ഫെസ്റ്റിവൽ സീസണുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓണമായാലും ന്യൂ ഇയർ ആയാലും ഇതിനെയൊക്കെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ പ്രാദേശികമായ ഉത്സവങ്ങളായാലും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ കച്ചവടങ്ങൾ നടക്കുന്ന സമയത്ത് കുറച്ച് പേർ അല്ലെങ്കിൽ വഴിയോര കച്ചവടം, വഴിവാണിഭം പോലുള്ള കച്ചവടങ്ങൾ നടത്തി നോർത്ത് ഇന്ത്യയിൽ നിന്നും പിന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ പലയിടത്തും മലക്കറികളായാലും പച്ചക്കറി സാധനങ്ങളായാലും എല്ലാം കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടിട്ട് വിൽക്കുന്നത് നമ്മളെ പോലുള്ള ചെറുകിട കച്ചവടക്കാരെ 100% നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിക്കാൻ തുറന്ന വായനശാല ഒരുക്കി ഗവൺമെന്റ് സ്കൂൾ. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികൾക്കായി തുറന്ന വായനശാല ആരംഭിച്ചത്. ശലഭം എന്ന പേരിലാണ് തുറന്ന വായനശാലയുടെ പ്രവർത്തനം. വായനയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർത്തുക എന്ന ആശയവുമായാണ് ഒരു സർക്കാർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി തുറന്ന വായനശാല പ്രവർത്തനം ആരംഭിച്ചത്. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ശലഭം എന്ന പേരിൽ വായനശാലയുടെ പ്രവർത്തനം തുടങ്ങിയത്. CR മഹേഷ് MLA തുറന്ന വായനശാല ഉദ്ഘാടനം ചെയ്തു. പുതിയ PTA കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് പരിഷ്കാരങ്ങളും നല്ല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും വായിച്ച് വളർന്നത് പൂമ്പാറ്റയും ബാലരമയും കളിക്കുടുക്കയും അങ്ങനെയുള്ള മാസികകളിലൂടെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അത് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട വീട്ടുകളിലെ കുഞ്ഞുങ്ങൾക്ക് അത് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. മാത്രവുമല്ല, ഒഴിവ് സമയം റോഡിലൂടെ പോയി അനാവശ്യമായി നമ്മൾ ഭയപ്പെടുന്നത് പോലെയുള്ള കൂട്ടുകെട്ടിൽ പോകാതെ വളരെ സ്വസ്ഥതയോടെയും ശാന്തതയോടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, മാതൃഭൂമി, മനോരമ, എല്ലാ ആഴ്ചപ്പതിപ്പുകൾ, കുട്ടികളുടെ മാസികകളെല്ലാം, പത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഇവിടെ വന്നിരുന്ന് വായിക്കാം. അത് അധ്യാപകർ നിരീക്ഷിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇനി വരുന്ന രജിസാറിനൊക്കെ അറിയാം, ഇനി വരുന്ന ഒരു ഇതിൽ നമ്മളിപ്പം ബാക്കിയുള്ള വിദ്യാഭ്യാസത്തിനപ്പുറത്തുള്ള കഴിവുകൾക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല വായനക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ആ വായിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവസാനം ആ ഡയറി അധ്യാപകൻ പരിശോധിച്ച് അതിനുകൂടി മാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് സർക്കാർ. അപ്പോൾ വായനയെ വളർത്തുവാനും കുട്ടികളിൽ നല്ല ശീലം വരുത്തുവാനും ഏറ്റവും മാതൃകാപരമായ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും HM അടക്കമുള്ള മുഴുവൻ രക്ഷകർത്താക്കൾക്കും. PTA പ്രസിഡന്റ് അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. SMC ചെയർമാൻ വിജേഷ്, വൈസ് ചെയർമാൻ രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് ബിസ്മി, സ്റ്റാഫ് സെക്രട്ടറി റിജിയസ് തഴവ, ഡെപ്യൂട്ടി HM സജീന, സീനിയർ അസിസ്റ്റന്റ് പത്മകുമാർ, അനീഷ് വിസോൺ, സ്മിത ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. SNDP ശാഖ നേതൃസംഗമം കായംകുളത്ത് നടത്തി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളത്താണ് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ SNDP ശാഖാ നേതൃസംഗമം സംഘടിപ്പിച്ചത്. മുരിക്കുമൂട് മികാസ് കൺവെൻഷൻ ഹാളിലായിരുന്നു നേതൃത്വ സംഗമം നടത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊന്നും തരാത്തതിന്റെ പേരിൽ പറഞ്ഞാൽ അത് മതവിദ്വേഷമാകുമോ? നമുക്ക് 2 പള്ളിക്കൂടം തരണേ, ഒരു കോളേജ് തരണേ എന്ന് പറഞ്ഞാൽ മതവിദ്വേഷമാകുമോ? ചിലരെല്ലാം ഇത് അടക്കപ്പിച്ചുകൊണ്ട് പോയല്ലേ. ഇത് പറയാൻ കാരണമുണ്ട്. ന്യൂനപക്ഷ സമുദായം, പിന്നോക്ക സമുദായം, സംവരണ സമുദായം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലീഗുമായിട്ടും പട്ടികജാതി പട്ടികവർഗം ഇങ്ങനെയുള്ള പിന്നോക്ക സമുദായമായിട്ട് ഐക്യം പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ച് നടന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച്, അതുപോലെ ഹൈക്കോടതി മാർച്ച്, അതോടൊപ്പം തന്നെ ഡൽഹി മാർച്ച്, ഇതെല്ലാം എത്രയോ ലക്ഷം രൂപ ഞാൻ മുടക്കി നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. പണം മാറി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. പണം മാറി. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നൽകി. കൃത്യമായ ഗുരുദേവ ദർശനവും സംഘടനാ കാര്യങ്ങൾ പറയുന്ന അങ്ങനെ ലക്ഷക്കണക്കിന് വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള വലിയ ഒരു എടുത്തുചാട്ടം തന്നെ നമ്മൾ വളർച്ച ഈ കാലഘട്ടത്തിൽ, ഗുരുദേവിന്റെ അനുഗ്രഹമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കൂട്ടായ്മയിലൂടെ, അതായത് നമ്മുടെ യൂണിന്റെയും ശാഖായോഗങ്ങളുടെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് വുമനിന്റെയും അതുപോലെ നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെയും മൈക്രോ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ശാഖായോഗ നേതാക്കന്മാരെടുത്തുള്ള ആ വലിയ എഫേർട്ടിന്റെ അടിസ്ഥാനത്തിൽ
വലിയ തരത്തിലുള്ള വളർച്ച സംഘടനാപരമായി ആദ്യത്തെ 10 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് അതിനായിരുന്നു. ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, പ്രസിഡന്റ് വി ചന്ദ്രദാസ്, വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, എ പ്രവീൺകുമാർ, മടത്തിൽ ബിജു, പനക്കൽ ദേവരാജൻ, മുനമ്പേൽ ബാബു, ജെ സജിത് കുമാർ, വിഷ്ണുപ്രസാദ്, എൻ ദേവദാസ്, സംഗം രവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ന്യായമായ വേതനം ആവശ്യപ്പെട്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി ജീവനക്കാരുടെ പ്രതിഷേധം. വെയിറ്റിംഗ് ചാർജ് നൽകുക, കിലോമീറ്റർ ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കുക, റിട്ടേൺ ചാർജ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരുടെ സമരം. സമരത്തിന്റെ ഭാഗമായി ജീവനക്കാർ ധർണ നടത്തി. സ്വിഗ്ഗി ജീവനക്കാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ ജീവനക്കാർ ധർണ നടത്തിയത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയാണ് സ്വിഗ്ഗി. വെയിറ്റിംഗ് ചാർജ് നൽകുക, കിലോമീറ്റർ ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കുക, റിട്ടേൺ ചാർജ് നൽകുക, ആഴ്ചതോറും നൽകിക്കൊണ്ടിരുന്ന വേതനം പുനഃസ്ഥാപിക്കുക, പെട്രോൾ അലവൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഞാൻ ഏകദേശം 1.5 വർഷമായിട്ട് ഈ സോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനിവിടെ കയറിയ സമയത്ത് വീക്കിലി ഇൻസെൻറ്റീവ്, ഡെയിലി ഇൻസെൻറ്റീവ്, നമുക്ക് സർജുകൾ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ഒരു ഓർഡർ അടിച്ച് നമ്മൾ 10 കിലോമീറ്റർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സോണിൽ നമുക്ക് ഓർഡർ അടിക്കത്തില്ല. കരുനാഗപ്പള്ളി സോണിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലുകളും ഹൈവേ സൈഡിലാണ്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇത്രയും 10 കിലോമീറ്റർ തിരിച്ച് ഓടി വന്നാലേ ഇവിടെ ഓർഡർ അടിക്കത്തുള്ളൂ. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ചെന്ന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അതിന് വെയിറ്റിംഗ് ചാർജ് തരുന്നില്ല. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വിളിച്ച് ഒരു ഓർഡറുമായിട്ട് പോയി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവർ കസ്റ്റമർ സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഓർഡറുമായിട്ട് 1.5 മണിക്കൂർ നിന്നാൽ പോലും ഇവർ നമ്മളെ കോൾ ചെയ്യത്തില്ല. നമ്മൾ ടിക്കറ്റ് ഇട്ട് ഇവരെ കാത്തു നിൽക്കണം 1.5 മണിക്കൂർ. ആ ടൈമിൽ നമ്മുടെ എത്ര ഓർഡർ മിസ്സാവുന്നത് നമ്മുടെ ഏണിങ്സിനെ അത് ബാധിക്കുന്നുണ്ട്. ഓൾ കേരള ജിഗ് അസോസിയേഷൻ AITUസിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. CPI മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. സ്വിഗ്ഗി തൊഴിലാളികളെ അനുകൂലിച്ചുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങളെ അനുകൂലിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഈ തൊഴിലാളി സമരത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊല്ലം, കരുനാഗപ്പള്ളി മേഖലകളിൽ സ്വിഗ്ഗി തൊഴിലാളികൾ ന്യായമായ കൂലി അവർ